ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 6ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് 6ാമത്തെ നൊവേന. കാരണം നമ്മൾ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയത്. അത് ഒന്നുകിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ തുടങ്ങിയാൽ മതി എന്ന് ഞാനിത് എൻ്റെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല കേട്ടോ. സഭയുടെ തന്നെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. സാധാരണ ഇത് വ്യാഴാഴ്ച ആരംഭിച്ച് പന്തക്കുസ്തയുടെ തലേദിവസം ശനിയാഴ്ച അവസാനിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങിയാൽ ഞായറാഴ്ചത്തെ ആഘോഷത്തോടൊപ്പം അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 6ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥനകളൊന്നും വായിക്കുന്നില്ല. അത് ഒരേപോലെ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ഒരുപോലെ തന്നെയാണ്. അത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്തവ പ്രാർത്ഥന, എളിമയുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അങ്ങനെ നമുക്ക് ഒരേപോലത്തെയുള്ള പ്രാർത്ഥനകളാണ് കിട്ടുന്നത്. ഇന്നത്തെ ലേഖനം വായിക്കുന്നത് ഏശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 2 വരെ. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെ. ഇന്ന് നമ്മൾ 1000 തവണ ചൊല്ലാനായിട്ട് ഈശോ പറഞ്ഞു തന്ന സുകൃജപം, പരിശുദ്ധാത്മാവേ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ഇതാണ് ഇന്ന് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന. നിങ്ങൾക്ക് എല്ലാവർക്കും അത് 1000 തവണ ചൊല്ലാനുള്ള സൂത്രപ്പണി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ആരോട് സംസാരിക്കാണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയ 1200 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിയും. ഇടയിൽ അങ്ങനെ മനസ്സ് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച് അമേരിക്ക വരെ സഞ്ചരിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ ഈ എണ്ണം കിട്ടില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ മാത്രം ധ്യാനിച്ച് 1 മണിക്കൂർ സമയം. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ പിന്നെ ആകെ അത് പോവും. അപ്പോൾ 1 മണിക്കൂർ സമയം റൂമിലിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ആരും ഇല്ലാത്തൊരു സമയം നോക്കി നമ്മൾ എണ്ണൊന്നും പിടിക്കണ്ട, ധ്യാനിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞാൽ 1200 പ്രാവശ്യം ചൊല്ലാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലേണ്ടത്, പരിശുദ്ധാത്മാവേ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷേ ഫലങ്ങളില്ലെങ്കിൽ വരങ്ങൾക്കും ദാനങ്ങൾക്കും ഒരു ഗുണവും ഇല്ല. വരങ്ങൾ മുഴുവനുണ്ട്, ദാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫലമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും നല്ല ഫലമാണ് എളിമ, വിനയം, സ്നേഹം. അപ്പോൾ ആ ഫലങ്ങൾ കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വരങ്ങളും ദാനങ്ങളും നല്ലതാണ്. അത് സമൂഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയൊക്കെയാണ് വരങ്ങളും ദാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഈ വരങ്ങളും ദാനങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന നമ്മുടെ നൊവേന അവസാനത്തെ സമാപന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെതായിട്ടുള്ള പങ്കുവയ്ക്കലുകളൊക്കെ ആദ്യത്തെ കാലങ്ങളിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. വളരെ വിശദമായി ബൈബിൾ കോട്ടിങ്സ് അടക്കം പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഫലങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇത് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 തരത്തിലാണ് വരിക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് 3 തരമായിട്ടാണ് നമുക്കത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം. സിമ്പിളായിട്ട് പറയുന്നതുകൊണ്ട് ഇഷ്ടംപോലെ അച്ഛന്മാർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. അതുകൊണ്ടൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം എൻ്റെ ഭാഗത്തു നിന്നൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പിന്നെ വ്യാഖ്യാനിക്കാനും അങ്ങനെ പറഞ്ഞു തരാനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല. ഞാൻ എൻ്റെ അനുഭവം, ഞാൻ എങ്ങനെയാണിത് തിരിച്ചറിഞ്ഞ ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹായമായി എന്ന് വരും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 തരമാണ്. അത് 1 വരങ്ങൾ, 2ാമത്തേത് ദാനങ്ങൾ, 3ാമത്തേത് ഫലങ്ങൾ. വരങ്ങളും ദാനങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാം.
ഫലങ്ങൾ എന്തിനാണെന്നോ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഫലങ്ങളാൽ നിറയണം. അവിടെ ചെന്നിട്ട് ഞാൻ നിന്റെ നാമത്തിൽ സന്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ശുദ്ധീകരാത്മാക്കളെ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് പറയും ഞാൻ നിന്നെ അറിയേയില്ല. കർത്താവ് നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ അവസാന വിധിയിൽ കർത്താവ് നമ്മെ തൂക്കി നോക്കുന്നത് സ്നേഹം എന്ന തൂക്കുകട്ട ഉപയോഗിച്ചാണ്. നമ്മൾ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ദർശനമൊക്കെ കാണും, സന്ദേശമൊക്കെ കിട്ടും, ഭയങ്കര പ്രേക്ഷിത പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ മുഖത്തോട് മുഖം നോക്കിയാൽ മിണ്ടില്ല, ചിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് നമ്മുടെ വിചാരം. ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരാൾക്ക് ഒരാളെ നോക്കി ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ കാണും. ഒന്നുകിൽ ആ വ്യക്തി നല്ല ചതി ഇയാളെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നോക്കി ചിരിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ആ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ പുലിവാലായിരിക്കും, അങ്ങനെയുള്ളവരോടും സംസാരിക്കില്ല. പക്ഷേ സാധാരണ വ്യക്തികളെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരെയും നോക്കി ഒന്ന് തുറന്ന് ചിരിക്കുക എന്നുള്ളതാണ് വിനയത്തിൻ്റെ, എളിമയുടെ ആദ്യത്തെ പടി. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ ചവിട്ടുപടിയാണ്. സ്നേഹത്തിൻ്റെ തൂക്കുകെട്ട് വെച്ചാണ് കർത്താവ് നമ്മെ തൂക്കി നോക്കുക. അതുകൊണ്ട് വരങ്ങളും ദാനങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ച് ആരും അഹങ്കരിക്കാതിരുന്നാൽ നമുക്ക് നല്ലത്, സ്വർഗത്തിലേക്ക് കയറിപ്പോകും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 വിധത്തിലാണ്. വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്തീയതയിലുള്ള അടിസ്ഥാന വരങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് പൗരോഹിത്യം, ഒന്ന് കുടുംബം, അല്ലെങ്കിൽ ഏകസ്ഥം. ഈ 3 ലെവലിലാണ് എല്ലാവരും ജീവിക്കുക. അടിസ്ഥാന വരങ്ങളാണത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 3 തരത്തിൽ പ്രകടമാകും. അതാണ് വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. വരങ്ങളിൽ എന്തൊക്കെ വരണ്ട്? നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ വരണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ നോക്കി ചിരിക്കുക, ഉള്ളു തുറന്ന് സംസാരിക്കുക, അതുപോലെ കരുണ കാണിക്കുക. അത് ഞാൻ വേണമെങ്കിൽ വായിച്ച് പറയാം. വിവേകത്തോടുകൂടി പെരുമാറുക, ജ്ഞാനം ഉണ്ടാകുക, വിശ്വാസം, കാണപ്പെടാത്ത കൊണ്ടൊന്നും പ്രത്യാശിക്കുന്നത് കിട്ടും എന്നുള്ള വിശ്വാസം. ചിലരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കത് അനുഭവമായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ, ഓരോ ആത്മാക്കളെ കണ്ട കാര്യം പറയുമ്പോൾ ചിലർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ വീട്ടിൽ ചെന്നിട്ട് പറയും, ആ ചേച്ചി കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട്, നമുക്കും അങ്ങനെ പേര് പറഞ്ഞൂടെ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിരുന്നു എന്നോട് ഈശോ പറഞ്ഞത്, ഇന്ന ആളുകളുടെ അടുത്ത് ഇന്ന ആളുകളെ കണ്ടു എന്ന് ഡയറിയിൽ എഴുതി വയ്ക്കാൻ. പക്ഷേ എന്നാലും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. വിശ്വാസം ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് വിശ്വാസം. പിന്നെ രോഗശാന്തി. പലരും കൈവയ്ക്കുമ്പോൾ രോഗം മാറിപ്പോകുന്നുണ്ട്. ചിലർക്ക് പൂർണ്ണ സൗഖ്യമുണ്ട്, ചിലർക്ക് പാർഷ്യൽ സൗഖ്യമുണ്ട്. അപ്പോൾ എന്തുണ്ടാകും? ഈ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തോന്നും, ഞങ്ങൾ കൈവച്ചാൽ ലോകത്തുള്ള എല്ലാ രോഗങ്ങളും സുഖമാകണം. സുഖമായില്ലെങ്കിൽ സുഖമാക്കാനുള്ള തന്ത്രങ്ങൾ ഇങ്ങനെയുള്ള വരങ്ങളുള്ളവർ ചിലപ്പോൾ എടുത്തു എന്ന് വരും. അപ്പോൾ സുഖം ആയി എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ലോകത്ത് എല്ലാവരെയും മാനസാന്തരപ്പെടുത്താനും എല്ലാവരെയും സൗഖ്യപ്പെടുത്താനും ഒരാൾക്കും ദൈവം വരം കൊടുത്തിട്ടില്ല. ഒരാൾക്കും കൊടുത്തിട്ടില്ല. പുണ്യവാന്മാർക്ക് പോലും കൊടുത്തിട്ടില്ല. ലോകത്തിലെ എല്ലാവരെയും മാനസാന്തരപ്പെടുത്താനും എല്ലാവരെയും സൗഖ്യപ്പെടുത്താനും ഒരാൾക്ക് പോലും ഈശോ കൊടുത്തിട്ടില്ല എന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഒരു ധ്യാനം കൂടുമ്പോൾ സൗഖ്യം കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാളുടെ ആത്മീയ ശുശ്രൂഷകൻ്റെയോ ശുശ്രൂഷകയുടെയോ അടുത്ത് ചെന്നപ്പോൾ രോഗത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടാകാം. അത് 15 ദിവസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. ഇനി കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തുന്ന നിമിഷങ്ങളുമുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ ഒരിക്കലും വരില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വരങ്ങൾ കിട്ടിയവർക്ക്
ഇങ്ങനെ അവർ കൈവയ്ക്കുമ്പോൾ രോഗം മാറിയിട്ട് ഇനി രോഗം മാറിയില്ലെങ്കിൽ എൻ്റെ സ്ഥാനം പോവോ, എനിക്ക് ഈ സമൂഹത്തിലുള്ള ഈ സ്ഥാനം പോവോ എന്ന് പേടിച്ചിട്ട് അവർ രോഗശാന്തി ഇല്ലെങ്കിലും രോഗശാന്തി കിട്ടി എന്ന് പറയിപ്പിക്കും മുമ്പിലിരിക്കുന്ന ആളുകളെ കൊണ്ട്. രോഗം മാറി എന്ന് പറയും. കുറേ അനുഭവങ്ങളുണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. വലിയ വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് രോഗം മാറിയല്ലോ എന്ന് പറഞ്ഞ് അവരുടെ രോഗം മാറിയിട്ടില്ല. സത്യത്തിൽ ആൾ മരിച്ചുപോയി. അപ്പോൾ ആളുടെ വൈഫാണ് വന്നത്. അതോടുകൂടി ആ ഭാഗത്തേക്കുള്ള വിശ്വാസം പോയി. അപ്പോൾ ഈ വരങ്ങൾ നമുക്കുണ്ട് എന്ന് തോന്നിയാൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകാം. പക്ഷെ എല്ലായ്പ്പോഴും നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം എന്നില്ല. അതിന് നമ്മൾ അത്ര ഒരുക്കത്തോടു കൂടെ നിൽക്കണം. പിശാചിനെ ബന്ധിക്കാൻ പോണവരുണ്ട്. അറിവില്ലാണ്ട പിശാചിനെ ബന്ധിക്കാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. പുറത്താക്കാൻ അധികാരം കൊടുത്തേക്കണം. അത് തന്നെ ബിഷപ്പുമാർ മെത്രാന്മാരുടെ അനുവാദ പത്രിക വേണം. ആ പുറത്താക്കുന്ന ആ പുരോഹിതൻ അത്രമാത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ എവിടെ നോക്കിയാലും പിശാചിനെ ബന്ധിക്കുന്നവരാണ്. ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. കാരണം ഇവർ ബന്ധിച്ച് ഒരു പിശാചിനെ ബന്ധിക്കാൻ 10,000 രൂപയുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ വിവേകം, പരിശുദ്ധാത്മാവിൻ്റെ വിവേകം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വിവേചനം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അവസാന കാലമാണ്. പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും അശുദ്ധാത്മാവും കയറി വരും. ആ അടുത്ത വരം പറയാം, അത്ഭുതവരം. അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അന്തോണിസ് പുണ്യാളൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനല്ലേ. എല്ലാ പുണ്യവാന്മാരിലും പുണ്യവതികളിലും അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഓൺ ദ സ്പോട്ട് അത്ഭുതം നടക്കുന്നൊരു പുണ്യവാനാണ് അന്തോണിസ് പുണ്യാളൻ. ജീവിതം വിലയായി കൊടുത്തിട്ടുള്ളവരാണ് അവർ. അത് കണ്ടിട്ട് ചിലപ്പോൾ അൽമായൊരു അത്ഭുതം എന്ന് പറയും. അങ്ങനെയുള്ള അത്ഭുതത്തിൻ്റെ പിന്നിൽ കുറേ കഴിയുമ്പോൾ കുറേ കഥകളൊക്കെ പുറത്തു വരും. കാരണം ജീവിതം ഹോമബലിയായിട്ട് കൊടുത്തിട്ടുള്ള ആളുകളിൽ കൂടിയാണ് അത്ര വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അത് ഒട്ടുമിക്കവാറും ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ള സമർപ്പിത മക്കളിലൂടെയാണ് നടക്കുന്നത്. ഇനി അൽമായരിലൂടെ നടക്കില്ല എന്ന് ഞാൻ പറയില്ല. അത്ഭുതങ്ങൾ നടക്കും. അത്രമാത്രം ബലിയായിട്ട് ജീവിതം കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ അവിടെയും തിരിച്ചറിവ് വേണം. പ്രവചനവരം കുഴപ്പമില്ല. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഒരാൾ നാളെ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ പറയുന്ന ആളുടെ പ്രവചനങ്ങൾ എടുക്കണ്ട. അത് ഈസിയാണ്. പ്രവചനം, ഫ്യൂച്ചർ. അതുപോലെ ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. ആത്മാക്കളെ, ഏത് ആത്മാവാണ് ഇത്, ആരാണെന്ന് വിവേചിക്കാനുള്ള വരം. 7 വരങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ ഞാൻ നിർത്തുകയാണ്. കാരണം ഈ ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം പരിശുദ്ധാത്മാവിൻ്റെ വരാണ്. ചിലപ്പോൾ വിവേചിക്കാൻ പറ്റും, ചിലപ്പോൾ വിവേചിക്കാൻ പറ്റില്ല. പിന്നെ ചില ദർശനങ്ങൾ വിവേചിക്കാൻ പറ്റും, ചിലപ്പോൾ വിവേചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിവേചന വരം വേണം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചകൾ നടന്ന ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ വിവേചന വരത്തിനെ കുറിച്ച് പറയുന്നത്. പലപ്പോഴും ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണെന്ന് വരെ തിരിച്ചറിയാത്ത വർഷങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോടിത് പങ്കുവച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യം. എൻ്റെ ഒരു ബന്ധു പുലർച്ചെ 4 മണിക്ക് എൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ആശുപത്രിയിലല്ലേ കിടക്കണേ, ഇതെന്താ എൻ്റെ കണ്ണു മുമ്പിൽ വന്ന് നിൽക്കണേ? അറിയുന്നില്ല, വിവേചന വരില്ല. പിന്നെ ആൾ മരിച്ചപ്പോഴാണ് മനസ്സിലായത്, അത് ശരി, അപ്പം എന്തായിരിക്കും. പിന്നെ രണ്ടാമത് എനിക്കൊരു വിവേചന വരില്ലാതെ പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുളത്തിൻ്റെ കരയിൽ 35 വയസ്സുള്ളൊരു സ്ത്രീയും 2 കുട്ടികളെയും ചെരുപ്പ് ഈശോ കാണിച്ചു തന്നത്. അത് ഉറങ്ങുമ്പോൾ ഒന്നുമല്ല, എൻ്റെ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത്. ഇത് നിങ്ങൾ എന്നോട് ചേച്ചി എങ്ങനെയാണ് കാണണേ, എങ്ങനെയാണ് കേൾക്കണേ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പേരുകളും മലയാളം പേരുകൾ പോലും എനിക്കറിയില്ല. വീട്ടിൽ തന്നെ അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതെന്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണണേ, അത് ആദ്യം ആർക്കും മനസ്സിലായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ സില്ലിയായിട്ട് പറയും, എന്താ ഈ ഒരു പെണ്ണെടുത്ത് ഇങ്ങനെ 35 വയസ്സുള്ളത് കുളത്തിൻ്റെ അരിയിൽ ചെരുപ്പ് വെച്ച് പോയേക്കണേ, ആർക്കറിയാം. പിറ്റത്തെ ദിവസം പേപ്പറിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള പുത്തൂര് പുഴയിലാണ് സംഭവം നടന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ആത്മാവിൻ്റെ വിവേചന വരം വേണം. അപ്പോൾ എനിക്ക് വിവേചന വരം കുറച്ച് കുറവാണ്. സത്യത്തിൽ ആരും ഇങ്ങനെ എനിക്ക് വിവേചന വരമില്ല എന്ന് തുറന്ന് പറയില്ല. എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ തുറന്ന് പറയാൻ നല്ല ഇഷ്ടമാണ്. കാരണം അതെൻ്റെ ഒരു കുറവാണ്.
ആത്മാവിൻ്റെ വിവേചനം എനിക്ക് കിട്ടാത്തത് എൻ്റെ കുറവാണ്. ഞാൻ ദാഹിച്ച് പ്രാർത്ഥിച്ച് അതിനായിട്ട് എഫേർട്ട് എടുക്കണം. ഞാൻ ഈ വരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീട്ടുകാരും ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ കാണിച്ചു തരുന്നത് എന്താണ്? ശരിക്കും അത് പറഞ്ഞാൽ അതൊരു പ്രവചനമാണ്. വിവേചനവരുണ്ടെങ്കിൽ ഞാൻ ആ കണ്ടത് പ്രവചിക്കാമായിരുന്നു. കാരണം നാളെ നമ്മുടെ അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാനുള്ള വരല്ല, കാണാൻ മാത്രമുള്ള വരമുള്ളൂ. ബുദ്ധൂസിന്റെ പോലെ ഇതെന്താ ഈശോയോട് തന്നെ ചോദിക്കും, ഇതെന്തിട്ട് നീ കാണിച്ചു തരുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തെങ്കിലും ആവട്ടെ, കെയർ കൊടുത്തില്ല. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞു, ഒരു വീടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അവരുടെ വീട്ടിലത്തെ ഒരു സഹോദരനും അതിൻ്റെ കുട്ടിയും ആക്സിഡന്റിൽ മരിച്ചു. മറ്റൊരു സഹോദരൻ്റെ വീടിന് മുമ്പിൽ കൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ സ്വരം കേൾക്കാണ്, ഇവനും മരിച്ചാൽ ഇവൻ്റെ ഭാര്യ ഇത് സഹിക്കുമോ? ആരോ ചോദിക്കുന്നു, എനിക്കറിയില്ല. അപ്പം ഇത് പറയണ കേട്ടപ്പോൾ അവർ ചോദിച്ചു, ആരാ അലസിച്ചിട്ട് ഇങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ആരാ പറയണേന്ന്. പിന്നെയാണ് മനസ്സിലായത്, ഇത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമ്മളോട് പറയുകയാണെന്നുള്ളത്. അത് വിവേചനവരം വേണം. വിവേചനവരം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ 10-30 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥകൾ മുന്നറിയിപ്പ് തന്നത്, ഒരു രോഗവും ഇല്ലാത്ത എൻ്റെ ഭർത്താവിനെ നോക്കിയിട്ട് ഇവനെ രാജഗിരിക്ക് കൊണ്ടൊക്കെ ഇതാരെങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായത് കൊണ്ട് ഉടനടി രാജഗിരി കൊണ്ടുപോയി. ഡോക്ടറെ അടുത്ത് ചെന്നിട്ടും പറഞ്ഞു, എന്തിനാ കൊണ്ടുവന്നത്? ഞങ്ങൾ പറഞ്ഞു, അറിയില്ല, ഞങ്ങൾ കൊണ്ടുവന്നു, തലയൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോഴും ഫ്രാൻസിസ് ചേട്ടൻ പറയും, ഇവർക്കൊക്കെ എന്നെ രോഗിയാക്കാണ്ട തിരക്ക് എന്ന് പറയും. അപ്പോൾ ഒരു അടയാളം ആൾ കസാലയിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉറങ്ങി വീഴുന്നു. അതിപ്പോൾ നമ്മളായാലും ഉറങ്ങില്ലേ? അത് നമ്മൾ രാജഗിരി പോവോ? അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ തലയുടെ ഉള്ളിൽ എന്താണെന്നുള്ള വിവേചനം കിട്ടിയില്ല. അപ്പോൾ പിന്നീടാണ് സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമർ, വലിയൊരു ട്യൂമറായിരുന്നു. അങ്ങനെ അപ്പോൾ ആത്മാവിൻ്റെ ഒരു നല്ല ദാനമാണ് വിവേചന വരം. അതുപോലെ ചില ആളുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വിവേചനവരുണ്ടെങ്കിൽ കർത്താവ് തരും. കുറേ വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നല്ല സോപ്പിട്ട് സംസാരിച്ചാലും അവിടെ നിന്ന് പറയും, പരിശുദ്ധാത്മാവ് പറയും, ഇവൻ ചതിക്കും, നിന്നെ ചതിക്കും എന്ന് പറയും. പക്ഷെ അത് നമ്മൾ കയറിയില്ല. അവരുടെ അപ്പോഴത്തെ ആ സോഫ്റ്റ് ആയിട്ടുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് ചതി കിട്ടുമ്പോഴാണ് കർത്താവ്, എന്തിനോട് ഞാൻ പറഞ്ഞില്ലേ അന്നേ തന്നെ ചതിക്കുമെന്ന്, എന്തെന്ന് സൂക്ഷിക്കാഞ്ഞത്. വെള്ളപ്പൊക്കത്തിന് വാതിലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഹൃദയം മുഴുവൻ, നമ്മുടെ ഹൃദയം മുഴുവൻ പാവാണ്, ചെളി വരുന്നു നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ. അത് കുറച്ച് പഠിപ്പുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിൽ ചിന്തിക്കും. ഒരു വിവരമില്ലെങ്കിലോ കർത്താവ് പറയുന്നത് അപ്പാടെ വിശ്വസിച്ചേനെ. ഇത് ഹൃദയം വാതിലിൽ കൂടെ വെള്ളം കണ്ടപ്പോൾ ഞാൻ എൻ്റെ രീതിയിലോട് വ്യാഖ്യാനിച്ചു. അതിനാണ് വ്യാഖ്യാന വരം വേണം എന്ന് പറയുന്നത്. സ്ലീഹ പറയുന്നില്ലേ, നിങ്ങൾ കൂടി നിന്ന് സംസാരിക്കുമ്പോൾ പ്രവചനമുള്ളവർ പ്രവചിച്ചോട്ടെ, അത് നന്നായ ആത്മാക്കളെ നേടാം. കാരണം അവർ പ്രവചിക്കുമ്പോൾ സംഭവിക്കും. അത് അല്ലാത്തത് വല്ല ദർശനം പറയുമ്പോൾ വ്യാഖ്യാനിക്കാൻ ആൾ വേണം. ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞ പോലെ കമിഴ്ന്ന് കെടുക്കുവിൻ, കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹൃദയമാകുന്ന വാതിൽ, അതൊന്ന് ചിന്തിക്കുന്നത്. പഠിപ്പിൻ്റെ ഇതിൽ പോകണം. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നിന്റെ ഹൃദയമാകുന്ന വാതിൽ ഞാൻ മുട്ടി നോക്കും. അപ്പോൾ വാതിലും പൊട്ട വെള്ളവും ചീത്ത വെള്ളം വരുന്നു. അപ്പോൾ ഹൃദയമാകുന്ന വാതിലിൽ കൂടെ ചീത്ത വെള്ളം വന്നു. നമ്മൾ വ്യാഖ്യാനിച്ചു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണ് വിവേചനപരം, വ്യാഖ്യാനപരം. ഇനി അതുപോലെയുള്ളൊരു തമാശ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായി. ഞാൻ ആദ്യത്തെ എൻ്റെ കുർബാനയെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ തറവാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ കുർബാന സമർപ്പിച്ചു. പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച 18-ാം തീയതി എൻ്റെ ഭർത്താവിൻ്റെ തറവാട്ടിലുള്ളവർക്ക് വേണ്ടി കുർബാന സമർപ്പിച്ചു. അപ്പോൾ 2 ആഴ്ചയായിട്ട് എൻ്റെ മുമ്പിൽ ഒരു യുവാവ് വന്ന് നിൽക്കുന്നുണ്ട്. പേര് ഞാൻ പറയണില്ല, പേര് പറഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് അറിയും. ഈ പയ്യൻ ഒരു 10-22 വയസ്സുണ്ട്. അവന് എൻ്റെ മക്കളെ ടെമ്പോയിൽ ഹോളി ഏഞ്ചൽസ് സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്ന പയ്യനാണ്. കുറച്ച് മാസങ്ങൾ. അപ്പോൾ ഇവൻ്റെ കയ്യിലാണ് ഞാൻ എൻ്റെ 2 ആൺകുട്ടികളെയും ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം എൻ്റെ മൂത്ത ആൾ സ്കൂളിൽ ഇരിക്കുകയുള്ളൂ, LKG-കാരൻ, പോയി വിളിച്ചാലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ ഈ പയ്യൻ നല്ല സ്മാർട്ട് കുട്ടിയാണ്, അവനോട് ഞാൻ പറയും മോനെ ഇവനെ നോക്കിയോളോ, ഇവ വെയിറ്റ് വരില്ലേ പോയി കൊണ്ടുവന്നോളാം, പോയി കൊണ്ടുവരും എന്നും. അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞു വിട്ടാ. ഇപ്പം എൻ്റെ മകന് 36 വയസ്സാണ്. 5 വയസ്സുള്ളപ്പോഴാണ് ആ പയ്യൻ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ 31 വർഷം കഴിഞ്ഞു. ആ ആളായിട്ട് ഞാൻ പിന്നെ ഒരു കോണ്ടാക്റ്റ് ഇല്ല. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അടുത്ത ഇടവകയാണ്. പക്ഷേ ഞാനവനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറെ വണ്ടിക്കാരൊക്കെ കൊണ്ടുപോയിരുന്നു, അവർ വലുതായി. നമ്മൾ പിന്നെ ഈ ഡ്രൈവറെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത 2 ആഴ്ചയായിട്ട് 2-3 ആഴ്ചയായി ഇവൻ എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞ് നമ്മുടെ ഇന്ന ആള്, പേര് പറയുന്നില്ല, നമ്മുടെ എക്സ് എൻ്റെ കണ്ണിലിങ്ങനെ വന്ന് നിൽക്കണുണ്ടല്ലോ, അതെന്തായിരിക്കും, ആ കുട്ടിക്ക് എന്തായാവോ? ഇപ്പോൾ 50 വയസ്സുണ്ടാവും, 52 വയസ്സുണ്ടാവും. കാരണം 22 വയസ്സുള്ളപ്പോഴാണ് അവൻ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം ആർക്കറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടിക്കടി ഇവൻ എൻ്റെ കണ്ണിൽ വരികയാണ്. അപ്പോൾ എന്തായിരുന്നു ഇവനെക്കുറിച്ചൊന്നും അറിയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ കുർബാന നടത്തിയില്ല. അപ്പം എൻ്റെ ഒരു ബന്ധുവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആൾ ആ ഭാഗത്തു നിന്നാണ് അവർ വരുന്നത്, ഇങ്ങനൊരു പയ്യൻ വണ്ടി ഓടിച്ചിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, ചേച്ചി അവൻ കെട്ടി തൂങ്ങി മരിച്ചു എന്ന്. എനിക്ക് ഷോക്കായിപ്പോയി. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ കെട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വിവേചനവരല്ലോ. ഈ ആളുകൾ വന്നു, ഇത് ആത്മാവാണ് വന്നതെന്ന് ആ സമയത്ത് എനിക്ക് വിവേചനവരം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല ആർക്കും. കാരണം ഞാൻ അവനെ കണ്ടപ്പം മുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വിവേചനവരില്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയും, ചിലപ്പോൾ വിവേചനവരുണ്ട്, ചില സമയത്ത് വിവേചനമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ ഇവനെ എനിക്ക് എന്തിനാണ് കാണിച്ചു തരണേ, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഇന്നതാണ് എന്നൊക്കെ വിവേചനവരില്ലാതെ വ്യാഖ്യാനിക്കരുത്. ഒരിക്കൽ ഒരു അമ്മച്ചി എൻ്റെ ഇടവകപ്പള്ളിയിൽ മരിച്ചുപോയ ആൾ എന്നെ വിളിച്ചപ്പോൾ, മോളെ ഞാൻ ഇന്നലെ മരിച്ചു മഞ്ചേരി സ്വപ്നം കിടക്കണ കണ്ടു, ആലീസേ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് വിവേചനമുണ്ട്, ആൾക്ക് വിവേചനമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓ ചേച്ചി കുറേ മരിക്കും. ഞാൻ മഞ്ചേരി കിടക്കുന്നതൊക്കെ കാണിച്ചു തന്നെ. അപ്പം എന്നോടപ്പം ആ സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവളുടെ ശാരീരികമായ മരണമൊന്നല്ല, നമ്മൾ ആത്മാവിൽ എല്ലാം മരണത്തോളം നമ്മൾ ശൂന്യവൽക്കരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് അവൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം തൽക്കാലമൊന്നും മരിക്കില്ല എന്ന് പറഞ്ഞു. അന്നാൾക്ക് 75 വയസ്സുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം തൽക്കാലമൊന്നും മരിക്കില്ല, അമ്മച്ചി അവിടെ ഇരുന്നോളും ആരോഗ്യത്തോടു കൂടെ നിന്ന്. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞു, 10-12 കൊല്ലം കഴിഞ്ഞ് 87ാമത്തെ വയസ്സിലാണ് ആൾ മരിച്ചത്. അതാണ് എൻ്റെ ഒരു വ്യാഖ്യാനം. എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരാൾക്ക് എപ്പോഴും വ്യാഖ്യാനവും പ്രവചനവും ഒക്കെ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. അത് കർത്താവിൻ്റെ കരുണ പോലെ ഇരിക്കും. കർത്താവിൻ്റെ കരുണയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് നമ്മൾ എളിമയോടുകൂടെ, കർത്താവെ എനിക്കിത് മനസ്സിലായില്ല, അതുകൊണ്ട് നീ പറഞ്ഞു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ കാര്യമാണ്. അപ്പം അവൻ ആത്മാവായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ജീവിച്ചിരിക്കുന്നവനാണ്, അവന് എന്തോ ആവശ്യമുണ്ട്, അവൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. അതുപോലെ ഈ ദർശനങ്ങൾ വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടൊന്നുമില്ല. വന്നിരിക്കുന്ന ആളോട് എളിമയോടുകൂടെ പറയണം, ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ വ്യാഖ്യാനം എനിക്ക് അറിയണില്ല, ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്കിങ്ങനെ കാണുന്നേ, പക്ഷേ അത് വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിയണില്ല. അപ്പോൾ അവർ തന്നെ നമ്മളെ സഹായിക്കും. അങ്ങനെയുണ്ട്. എല്ലാം നമ്മൾക്കറിയാം എന്നുള്ള ഭാവത്തിൽ എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യരുത്. കുർബാന അർപ്പിക്കാൻ പുരോഹിതനെ അധികാരമുള്ള പുരോഹിതൻ അർപ്പിച്ചാൽ മതി. അതുപോലെ ഞാൻ പറയല്ലോ, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ അധികാരപ്പെട്ടവരുണ്ട്, അത് അവർ തന്നെ പറഞ്ഞാൽ മതി. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പറയണം. എനിക്ക് ഇത്രത്തോളേ ഉള്ളൂ, പക്ഷെ എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായൊരു കാര്യമാണ്.
ഇങ്ങനെ ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ കുറേ ആത്മാക്കളെയൊക്കെ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തരും. ഓരോരുത്തരുടെ അടുത്ത് നിൽക്കുന്നത് അത് പറയുമ്പോൾ കൃത്യം അവരുടെ അമ്മാമിയോ പാപ്പനോ ഒരു കുർബാനപ്പണം ഏൽപ്പിക്കാറില്ല. അങ്ങനത്തോരാണ് വരുന്നത്. അതായത് ഭൂമിയിൽ അവർ സ്നേഹിച്ച് വളർത്തിക്കൊള്ളുന്ന പേരക്കുട്ടികൾ മരിച്ചു പോയതിന് ശേഷം അവരെ ഓർക്കണില്ല, അവർക്കൊരു കുർബാന പോലും അർപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആത്മാക്കളാണ് വരുന്നത്. കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നവരെ കാണാറില്ല. എന്നാൽ അവരും വരും. ഒന്നും പറയാൻ പറ്റില്ല. ആരെ കാണും, എന്ത് കാണും, കാണുമോ എനിക്കറിയില്ല. അത് ഈശോ കാണിച്ചതെങ്കിൽ കാണും. ഇതിനൊക്കെ പറയുന്ന പേരെന്താണ് അതും നമുക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നപ്പോൾ ഒരു ആള് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു പേരാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരാളെ പറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാനും എൻ്റെ ഫോക്കസും ഈ ആത്മാക്കളെ കുറിച്ചാണ്. അപ്പം ഞാൻ ശാരം മരിച്ചു പോയിട്ടുണ്ട്. ഇല്ല, ഇന്ന പേരിൽ ഒരാൾ മരിച്ചു പോയിട്ടില്ല. 3 പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞു, എൻ്റെ അപ്പച്ചനാ അത്, ആ പേര് അവളുടെ അപ്പച്ചനുണ്ട്, അപ്പം അത് മരിച്ചു പോയതാ. എന്നാൽ പിന്നെ അതായിരിക്കും എന്ന് വെച്ചു. പക്ഷെ വീണ്ടും ആൾ പോയിട്ട് ഇയാൾ എൻ്റെ അടുത്ത് വീണ്ടും പ്രാർത്ഥിക്കും. ഈ പേര് തന്നെ വന്ന് എന്നോട് പറയാണ്. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രവചനങ്ങളാണ്. അപ്പോൾ വ്യാഖ്യാനില്ല. അപ്പോൾ പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇയാൾ മരിച്ച ആളാണോ? അല്ല. എങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ആൾ നിങ്ങളുടെ ആരാ, ജീവിച്ചിരിക്കുന്ന ആൾ? അപ്പോൾ പറഞ്ഞു, എൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്തിനാണ് ഈ പേര് കാണിച്ചത്? ഈശോയോട് വീണ്ടും ചോദിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ, കടുത്ത വൈരാഗിയാണ് ഇവർ തമ്മിൽ, അതുകൊണ്ട് ആ ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിയാ, ഒരിക്കലും തമ്മിൽ സംസാരിക്കുന്നില്ല. രക്തമാണ്, രക്തം. ഒരേ വയറ്റിൽ നിന്നും പോകുന്നവർ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് കരയുന്ന നിമിഷങ്ങളാണ് നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റാതെ വെറുപ്പായിരിക്കുന്നത്. അത് നിങ്ങൾ കൃത്യം ഓർക്കണം. ചിലപ്പോൾ നമ്മളെ പലരും ചതിച്ചു പോയിട്ടുണ്ടാകാം. അവരോട് നമുക്ക് വെറുപ്പ് പാടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കും. പക്ഷേ വീണ്ടും അവരുമായിട്ട് സൗഹൃദം വേണ്ട. കാരണം ഇനിയും ചതിയിൽപ്പെടും, നമുക്ക് ഇനിയും മുറിവുകൾ വരും. അപ്പോൾ നമ്മൾ എന്തിനു പ്രാർത്ഥിക്കണം? ആ ചതിച്ചു പോയ വ്യക്തികൾ അല്ലെങ്കിൽ പാപത്തിൽ വീണ വ്യക്തികൾ മാനസാന്തരപ്പെടാനും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാനും പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ വീണ്ടും ചെന്ന് ബന്ധം സ്ഥാപിച്ച് വീണ്ടും അവർക്ക് ചതിക്കാനൊരു ഇടം കൊടുക്കണ്ട. ഇവിടെ വന്ന ചതിയോ ഇവിടെ വന്നതോ അങ്ങനെയല്ല. ഇത് വേണ്ടപ്പെട്ടവരാണ്, ബന്ധങ്ങളാണ്, രക്തങ്ങളാണ്. കൃത്യം എടുത്ത് കാണിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ശരിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവർ നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ ഹൃദയത്തിലാണ് വൈരാഗ്യം? ആ കാണിച്ചു തന്ന ആള് വലിയ ആത്മീയ മരണത്തിൻ്റെ വക്കിലാണ്. അതാണ് എനിക്ക് അയാളെ കാണിച്ചു തന്നത്. അല്ലാതെ അയാൾ മരിച്ചിട്ടില്ല, ആത്മാവിൽ മരിക്കുകയാണ്. കാരണം വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കോപം, നീരസം, പക, ഇത് മുഴുവൻ നിറഞ്ഞ അയാൾ നിത്യമരണത്തിൽ, നിത്യനാശത്തിലേക്ക് പോവില്ലേ? അതുണ്ടാവാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നതാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ത്യവിധിയിൽ സ്നേഹത്തിൻ്റെ തൂക്കുകട്ട വെച്ച് കർത്താവ് തൂക്കി നോക്കും. നിനക്ക് നിൻ്റെ സഹോദരൻ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, അവൻ ഏതോ കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ ബന്ധനത്തിലായിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണമായിരുന്നു. നീ പ്രാർത്ഥിച്ചില്ലല്ലോ. സ്നേഹത്തിന് വിരുദ്ധമായ പാപമാണത്. അതുകൊണ്ട് അവരെയും നമ്മളെയും ഈശോ രക്ഷിച്ചതാ. പരിശുദ്ധാത്മാവ് നമ്മളെ രക്ഷിച്ചതാ. ഞാൻ പറഞ്ഞു വന്നത്, വ്യാഖ്യാനത്തിൻ്റെ വരം വേണം. 7 വരങ്ങളല്ലേ ഞാൻ പറഞ്ഞത്? അതായത് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. ഇത് നല്ല ആത്മാവാണോ പൊട്ടാത്മാവാണോ എന്ന് വിവേചിച്ചറിയാനുള്ള വരം. സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു ആത്മാവിൻ്റെ രൂപത്തിൽ ദുരാത്മാവൊന്നും എൻ്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ സാത്താനെ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും സാത്താൻ തന്നെയായിട്ട് അവൻ്റെ സ്വരം എനിക്ക് കേൾക്കാം. അല്ലാതെ നല്ലവൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇത് ദുഷ്ടാത്മാവാണ്, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു ദൈവാനുഗ്രഹം. പിന്നെ കർത്താവ് വ്യാഖ്യാന വരം വേണം. അപ്പം നമുക്ക് 8 വരങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഭാഷാവരം 9ാമത്തെ ഭാഷാവരത്തിൽ സംസാരിക്കും. ഈ ഭാഷാവരത്തിനൊരു പ്രശ്നമുണ്ട്.
ഈ ഭാഷാപരം വ്യാഖ്യാനിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കാവൂ. അത് വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭാഷാപരം വ്യാഖ്യാനിക്കാൻ ആളുണ്ടാവണം. ഭാഷാപരം മാലാഖമാരുടെ ഭാഷയാണ്. അത് ഒരു സമൂഹത്തിൽ വന്നിട്ട് അതിന് പലതരം ഭാഷകളുണ്ട്. ചിലർ ലാ 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 ഷ ഷ ഷ എന്നൊക്കെ പറയും. അത് ഭാഷാപരം എന്ന് അവർ പറയും. അത് ഭാഷാപരമാണോ എല്ലാവർക്കും പറയാവുന്ന രീതിയാണോ എന്നറിയില്ല. പക്ഷേ ഈ ഭാഷാപരം നമുക്ക് വ്യാഖ്യാനിക്കാൻ അറിയില്ലെങ്കിൽ കൂട്ടായ്മയിൽ അത് അസ്വസ്ഥത ഉളവാക്കും. വെറുതെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നിട്ടില്ല അല്ല 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 ഷ ഷ ഷ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്, ചിലരുടെ ഉള്ളിലെങ്കിലും അസ്വസ്ഥത വരും. അതുകൊണ്ടാണ് നമ്മുടെ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭാഷാപരമുള്ളവൻ ഒറ്റയ്ക്ക് മാത്രം ഇരുന്നിട്ട് ഭാഷാപരം. പിന്നെ ഭാഷാപരം എന്ന് വിചാരിച്ചിട്ട് പലരും പല സ്വരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അസ്വസ്ഥതയാണ്. കൂട്ടായ്മയിൽ എല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുശു 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 എന്നുള്ള സ്വരമൊക്കെ ഉണ്ടാക്കുന്നത് മറ്റൊരു അസ്വസ്ഥതയാണ്. കാരണം അതൊരു വരല്ല. അത് അങ്ങനെ ശുശു എന്നുണ്ടാക്കുന്ന കുറേ അമ്മമാർ കുടുംബത്തിൽ സ്വസ്ഥത കൊടുക്കാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് ഇത്ര നല്ല ഭാഷാപരം വരില്ല. ഭാഷാപരം എന്ന് പറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കും, മറുഭാഷ. ഞാൻ നിന്ന് കേട്ടിട്ടുണ്ട് ഭാഷാപരം. ഞങ്ങളുടെ ടീമിൽ ഞാൻ ഗലീലിലായിരിക്കുമ്പോൾ ആ ചേച്ചി മരിച്ചുപോയി. അത് ശരിക്കും ഇങ്ങനെ ഭാഷ സംസാരിക്കും. ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഭാഷ അറിയുമോ എന്ന് തപ്പി നോക്കാൻ അറിവുള്ളവരോട് പറഞ്ഞു. അത് ഒരു ഭാഷയായിരുന്നു. അത് ഏതാ ഭാഷ എന്നിപ്പം ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ മലയാളം എടുത്തു നോക്കിയപ്പോൾ വലിയ പ്രവചനമായിരുന്നത്, വലിയൊരു പ്രവചനം. ആ പ്രവചനം സത്യമായി. പക്ഷേ അന്നത്തെ കൂട്ടായ്മയിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ ചേച്ചി ഇരുന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ഈ ചേച്ചി പറയണേ. പിന്നെ ആൾ ചേച്ചിക്ക് ഒരു പഠിപ്പില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. കാരണം അത് സാധാരണ കാണിക്കുന്ന പോലെ ലാ 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 ഷ ഷ ഷ ശുശു ശുശു ഇതൊന്നുമല്ല. ഈ ശുശു ശുശു ഒന്നും കാണിക്കുന്നതിൽ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതിലും നല്ലത് നമ്മൾ ധ്യാനിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് കാണിച്ചോട്ടെ. പക്ഷെ കൂട്ടത്തിൽ പാടില്ല. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. എന്നാൽ ഈ ശുശുശുനൊന്നും വ്യാഖ്യാനില്ല കേട്ടോ. ഈ ഭാഷ സംസാരിക്കുന്നവർ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ വ്യാഖ്യാനം പറയുന്ന മറ്റൊരാളുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമാണ്. ഒരിക്കൽ അങ്ങനെ ഒരു വ്യാഖ്യാനം കർത്താവ് എന്നെ കൂടെ തന്നിട്ടുണ്ട്. ആ ചേച്ചി ഇരുന്ന് ഭാഷകളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനത് ഇംഗ്ലീഷിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇതാണല്ലോ ഈ ആൾ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നിമിഷം ആ ഭാഷയുടെ വ്യാഖ്യാനം എനിക്ക് തന്നു. പക്ഷെ പിന്നെ തന്നിട്ടില്ല. അതൊരു പ്രാവശ്യം തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ ഭാഷാപരം വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പണിയാവും. പ്രിയ സഹോദരങ്ങളെ, ആദ്യം നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ക്ഷമ, നന്മ, ഇതിലാണ് നമ്മൾ നിറയേണ്ടത്. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. വരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടിയത് വരില്ല. അത് എപ്പോൾ കിട്ടും? ആ തമ്പുരാൻ്റെ കരുണ കിട്ടും. അപ്പോൾ ഇല്ലാത്ത വരങ്ങളുണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ പിന്നെ പല ഗോഷ്ഠികൾ കാണിക്കാൻ പാടില്ല. അതൊന്നും പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല. നമ്മൾ കിട്ടാൻ വേണ്ടി ദാഹിക്കേണ്ടത് സ്നേഹം എന്നവരാണ്. ക്ഷമ, ദയ, നന്മ, കരുണ, ആത്മസംയമനം, സൗമ്യത, ഇതൊക്കെ കിട്ടണം. ഇത് നമുക്ക് കിട്ടാൻ ദാഹിക്കണം. മറ്റുള്ളത് ദാഹിച്ചോട്ടെ, കിട്ടിയില്ലെങ്കിലും ഒരു പ്രാവശ്യം കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വരങ്ങളും ദാനങ്ങളുമല്ല വേണ്ടത്, ഫലങ്ങളാണ്. വരങ്ങൾ ദാനങ്ങൾ നല്ലതാണ്, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാം. അത് നമ്മുടെ പാപപരിഹാരം. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ നിർത്തുകയാണ്. നാളത്തേൽ ഞാൻ പറഞ്ഞു തരാൻ ബാക്കിയുള്ള വരങ്ങൾ, ഒരു 13ഓളം വരങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ദാനമാണ്, അതും പറയാം. പിന്നെ ഫലങ്ങളും പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ 9 വരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വരങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ? കിട്ടാൻ പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല, കിട്ടുമ്പോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം. എത്ര വലിയവനായാലും ഒരു സന്ദേശം, ഒരു പ്രവചനം തെറ്റിക്കൊടുത്തിട്ട് ഒരാൾ മരിക്കുകയോ ജീവിതം, ചിലരുണ്ട് ഇന്ന ആളുകളുടെ കല്യാണം, ഇത് ബെസ്റ്റ് കല്യാണം നടത്തിക്കോ, ഫുൾ ഡൈവേഴ്സായിട്ട് വന്നിട്ടുണ്ട്, വലിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളാരും കല്യാണത്തിനൊന്നും മെസ്സേജ് കൊടുക്കരുത്. ഞങ്ങളുടെ രൂപത, തൃശ്ശൂർ രൂപതയിൽ പഠിപ്പിച്ചിട്ടുള്ളത്, കൗൺസിലിംഗ് കോഴ്സ് എടുത്തപ്പോൾ മരണവും വിവാഹത്തിനൊന്നും നമ്മൾ സന്ദേശം കൊടുക്കരുത് എന്നാണ്. ഞാൻ പണ്ടൊരു വിവാഹത്തിന് ഒരാളെ ഇന്ന കുട്ടി ഇന്ന ആൾക്ക് നല്ലതാട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു.
അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം പിന്നെ ആ മകനിൽ നല്ലൊരു പയ്യനായിരുന്നു. അവനിൽ കുറേ നമ്മളറിയാത്ത കുറേ വിഷമിക്കുന്ന ഈഗോകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിശുക്കും ഒക്കെ. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആകാരത്തിൽ അവർ ഒരുവിധം മേച്ച് പോവും, ഉയരും ഒക്കെ നോക്കിയപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് കല്യാണക്കൂലി മേടിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഇതേ ഉയരത്തിലൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് അത് നല്ല ട്രാജഡി ആയിരുന്നു. അതായത് ആള് സ്നേഹമില്ലാന്നോ അങ്ങനെ പറഞ്ഞു. അപ്പം അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അവരെ നിങ്ങൾ കല്യാണം കഴിക്കുക, ഇത് തന്നെയാണ് നിങ്ങളുടെ, അങ്ങനെ ഞാനൊന്നും സന്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കോ, നിങ്ങൾക്ക് ഭൗതികമായി നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കഴിച്ചു തന്നു. പക്ഷെ ഇവിടെ സമ്പത്തിന് ഇതിനൊന്നും കുറവില്ല. പക്ഷേ ചില കാര്യങ്ങൾ മനുഷ്യനെപ്പോഴും നമുക്ക് ബലഹീനതകളുള്ളവരാണ്. അതുകൊണ്ട് ആരും എപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റില്ല എന്ന് അന്ന് മുതൽ ഞാൻ പഠിച്ചു. പിന്നെ ഒരു പയ്യന്മാരുടെയും ഒരു പെൺകുട്ടികളുടെയും ഹൃദയം ആരുടെയും തുറന്നു നോക്കാൻ ആർക്കും പറ്റില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ലുകൂട്ടം തുടങ്ങും. അതങ്ങനെയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം ക്ഷമിച്ച് നിൽക്കണമെങ്കിൽ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെടാൻ ഇന്ന് നമുക്ക് സുഗതജപം ചൊല്ലി പ്രാർത്ഥിക്കാം. ആത്മാവ് എല്ലാവരെയും വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.